ജാഫർ അലി താനൂരാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് താനൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ. ഇവിടെ 4ഓളം ബസ് ഉണ്ട്. അത് നിറയെ യാത്രക്കാരും. എന്താണെന്ന് അന്വേഷിച്ചറിഞ്ഞപ്പം നമ്മുടെ 34-ാം ഡിവിഷനിലെ കൗൺസിലറും നമ്മുടെ കൂടെ ഉണ്ട്, മിസിസ് ജാസ്മിൻ ഖാദർ. ഇന്നെന്താ സംഭവം ഇത്രയും ബസ്സുകൾ ഇവിടെ വരാൻ കാരണം? താനൂർ മുനിസിപ്പാലിറ്റിയിലെ 34-ാം ഡിവിഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആ തിരഞ്ഞെടുക്കപ്പെട്ടതിനുള്ള ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ട അവരുടെ ആ സന്തോഷം അതിവിടെ നിറവേറ്റപ്പെടുകയാണ്. അതാണ് ഈ കാണുന്ന ബസ്സും. ഞങ്ങളൊരു ചെറിയ വിനോദയാത്ര. എങ്ങോട്ടാണ് വിനോദയാത്ര? വയനാട്ടിലേക്കാണ്. ഏകദേശം എത്ര പേരുണ്ടാവും? ഒരു 250-300 പേര്. അതായത് ഈ ഡിവിഷനിലെ എത്ര പേർക്ക് വരാൻ താല്പര്യമുണ്ട് അത്രയും പേരെ കൊണ്ടുപോവാണ്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യാത്രയാണ്. ആബാലവൃന്ദം ജനങ്ങൾ എന്ന് പറയും. കുട്ടികള്, മുതിർന്നവര്, മധ്യവയസ്കർ എല്ലാവരും ഉണ്ട്. വയസ്സായ ആൾക്കാർ അടക്കമുണ്ട് അല്ലേ? അതിൽ പ്രായം ഒന്നും നോക്കിയിട്ടില്ല. എല്ലാവരെയും ആ സന്തോഷത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം. രാഷ്ട്രീയം അതൊന്നുമില്ല. അതാണ് നമ്മളെ. അപ്പൊ എല്ലാവരും ഇതിനകത്തുണ്ട്. പിന്നെ എല്ലാവരും കൂട്ടായ്മയായിട്ട് 4 ബസ്സിൽ ഇവിടുന്ന് കൊണ്ടുപോവാണ് വയനാട്ടിലേക്ക്. ഒരു ടൂറ് ആയതിനാൽ ഞങ്ങൾ എല്ലാവരും പോയി വരാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും. ഇതിൽ യാതൊരു കക്ഷി രാഷ്ട്രീയങ്ങളും ഒന്നുമില്ല. എല്ലാ ദിവസത്തിലും എല്ലാവർക്കും സ്വാഗതമാണ് ഈ ബസ്സിലേക്ക്.